ഫാർമക്കോളജിയിലെ ആദ്യത്തെ യൂണിറ്റ് ഡ്രഗ്സ് യൂസ്ഡ് ഇൻ ഡിസോർഡേഴ്സ് ഇൻ ENT എന്താണ്? ഇയർ, നോസ്, ത്രോട്ട്, അതിലുണ്ടാകുന്ന ഡിസോർഡേഴ്സ്, അതിനുള്ള ഡ്രഗ് ആണ്. ഓക്കെ, ആദ്യം ആൻറ്റി ഹിസ്റ്റാമിൻ. എന്താണ് ആൻറ്റി ഹിസ്റ്റാമിൻ? ആർ ബ്ലോക്ക് ദ എഫക്റ്റ് ഓഫ് ഹിസ്റ്റാമിൻ. ഹിസ്റ്റാമിൻ്റെ എഫക്റ്റ് ബ്ലോക്ക് ചെയ്യും. എന്താണ് ഹിസ്റ്റാമിൻ? എ കെമിക്കൽ റിലീസ് ഡ്യൂറിങ് അലർജിക് റിയാക്ഷൻ. നമുക്ക് അലർജിക് റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ എന്ത് സംഭവിക്കും? ഒരു കെമിക്കൽ റിലീസ് ചെയ്യും. എവിടെ? നമ്മുടെ ബോഡിയിൽ. അതാണ് എന്ത്? ഹിസ്റ്റാമിൻ. അതിൻ്റെ ആക്ഷൻ എന്താണ്? ദ പ്രിവെൻറ്റ് ഓർ റെഡ്യൂസ് ദ സിംറ്റംസ് ലൈക്ക് സ്നീസിങ്, റണ്ണി നോസ്, ഇച്ചിങ്, വാട്ടറി ഐ എക്സെട്ര. ഇതൊക്കെയാണ് എന്താ അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യും. അതാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? നമുക്ക് പൊതുവേ അറിയാവുന്ന സിട്രസിൻ ഇല്ലടാ, അതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അടുത്ത സൈഡ് എഫക്റ്റ് ഡ്രോസിനെസ്. എന്താണടാ? ക്ഷീണം ഉണ്ടാവും, അതേപോലെ ഡ്രൈനെസ് ഉണ്ടാവും, അതേപോലെ ഡിസിനെസ്. എന്താണ് ഡിസിനെസ്? നമുക്ക് തല ചുറ്റുന്ന പോലെയൊക്കെ തോന്നും. അതൊക്കെയാണ് എന്താ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത് ആ മെഡിക്കേഷൻസിൻ്റെ. ഓക്കെ, അടുത്ത നേഴ്സസ് റോള് എന്താ? അഡ്വൈസ് ദ പേഷ്യൻറ്റ് നോട്ട് ടു ഡു ഡ്രൈവ് ആഫ്റ്റർ ടേക്കിംഗ്. എന്ത്? മരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് പേഷ്യൻറ്റിനോട് പറയണം ഡ്രൈവിങ്ങോ അതുപോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല. എന്ത് വരുവാടാ? നമുക്ക് ഉറക്കക്ഷീണം ഉണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? അതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യാൻ പാടില്ല എന്ന് പറയണം. അടുത്തത് ഗീവ് ആഫ്റ്റർ ഫുഡ് ടു അവോയ്ഡ് ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ. ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് വേണം എന്ത് കൊടുക്കാനായിട്ട്? ഈ മരുന്നൊക്കെ കൊടുക്കാനായിട്ട്. അടുത്തത് മോണിറ്റർ അലർജിക് റിയാക്ഷൻ. എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ പേഷ്യൻറ്റിന് സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ മോണിറ്റർ ചെയ്യണം.